പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ലഷ്കർ ഭീകരരുടെ വീടുകൾ തകർത്തു. കശ്മീർ സ്വദേശികളായ ആദിൽ ഹുസൈൻ തോക്കർ, ആസിഫ് ഫൌജി എന്നിവരുടെ വീടുകളാണ് ബോംബിട്ട് തകർത്തത്. പ്രാദേശിക ഭരണകൂടമാണ് വീടുകൾ തകർത്തത് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ വീടുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് ആദിൽ ഹുസൈൻ തോക്കർ താമസിക്കുന്നത്. അവന്തിപ്പോറയിലാണ് ആസിഫ് ഫൌജിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെ രാത്രിയാണ് വീടുകൾ തകർത്തത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനി ഭീകരനായ ഹാഷി മൂസ, ആദിൽ ഹുസൈൻ തോക്കർ, അലി തൻഹ എന്നിവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അനന്ത്നാഗ് പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഭീകരാക്രമണത്തിലെ 4 ഭീകരരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരും 2 പേർ കശ്മീരിൽ നിന്നുള്ളവരുമാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനി ഭീകരനായ ഹാഷി മൂസയാണ് ചൊവ്വാഴ്ച നടന്ന ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത്. തിരിച്ചറിഞ്ഞതിൽ അലി തൻഹ, ആസിഫ് ഫൌജി എന്നിവരാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ. ആദിൽ തോക്കർ, അക്സാൻ എന്നിവരാണ് കശ്മീരിൽ നിന്നുള്ള ഭീകരർ. കശ്മീരി ഭീകരരുടെ വീടുകൾ തകർത്തിട്ടുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാഷി മൂസ ഇതിനു മുമ്പ് 2 ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അതേസമയം രേഖാചിത്രം ഉൾപ്പെടെ പുറത്തുവിട്ടെങ്കിലും ഇതുവരെ സംഭവത്തിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. വ്യാപകമായ തിരച്ചിലാണ് ഭീകരർക്കായി അന്വേഷണ സംഘം നടത്തുന്നത്. ഭീകരന്മാരെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരം നൽകുന്നവർ 20 ലക്ഷം രൂപയുടെ പാരിതോഷികവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമ്മു കശ്മീർ പോലീസ്. ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അനന്ത്നാഗ് അഡീഷണൽ എസ്പിയുടെ നേതൃത്വത്തിൽ ജമ്മു കശ്മീർ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. NIA സംഘം ബൈസരനിൽ നിന്നും ഫോറൻസിക് തെളിവുകളടക്കം ശേഖരിച്ച് പരിശോധനയ്ക്കയച്ചു. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും ഇന്ന് ജമ്മു കശ്മീരിലെത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കശ്മീരിലെത്തും. ഒരു വിദേശി ഉൾപ്പെടെ 26 പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നേപ്പാൾ സ്വദേശിയാണ് കൊല്ലപ്പെട്ട വിദേശി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് ബൈസരൻ വാലിയിൽ ആയുധധാരികളായ ഭീകരർ ആക്രമണം നടത്തിയത്. വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒരാൾ കൊല്ലപ്പെട്ടുവെന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ പുറത്തുവന്നതെങ്കിലും പിന്നീട് മരണസംഖ്യ ഉയരുകയായിരുന്നു. സമീപകാലത്ത് കശ്മീരിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളൊന്നാണ് പഹൽഗാമിലേത്. ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു ജല കരാർ ഇന്ത്യ റദ്ദാക്കി. ഇതോടെ പാകിസ്ഥാനിലെ കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്നും വിലയിരുത്തപ്പെടുന്നു. 1960-ൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം യുദ്ധമടക്കം ഉണ്ടായെങ്കിലും ആദ്യമായാണ് ഈ നടപടി. സിന്ധു നദീതടത്തെ അത്രയധികം ആശ്രയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ജലസേചനം, കൃഷി, വൈദ്യുതി തുടങ്ങിയവയിൽ ശ്വാസം മുട്ടും. പഞ്ചാബ് പ്രവിശ്യ ജലസേചനത്തിനായി സിന്ധുവിനെയും അതിന്റെ പോഷക നദികളെയുമാണ് ആശ്രയിക്കുന്നത്. പാകിസ്ഥാന്റെ 85% കാർഷിക ഉൽപ്പന്നങ്ങളും വിളകളും ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെയാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ 70%-ന്റെയും ഏക വരുമാന സ്രോതസ്സും കാർഷിക മേഖലയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കി തുടങ്ങിയതോടെ പാക് സമ്പദ് വ്യവസ്ഥയും ആടിയുലയുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും പഞ്ചാബിലെ ഭട്ടാരി അതിർത്തി അടയ്ക്കാനും ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഇതിന്റെ പ്രതിഫലനം പാകിസ്ഥാൻ ഓഹരി വിപണിയിലാണ് ആദ്യം കണ്ടത്. ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ പാക് ഓഹരി വിപണി തകർന്നടിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.